സ്വർഗം ഒരു കോടതിയായിട്ട് സങ്കല്പിച്ചിരിക്കുകയാണ്. ദൈവം അവിടെ ന്യായാധിപൻ, അവിടെ മാലാഖമാര് വക്കീലുമാരുണ്ട്, അല്ല മാലാഖമാര് കാണികളുണ്ട്. അറ്റോർണി ജനറൽ ആയിട്ട് അവിടെ വരുന്നത് സാത്താനാണ്. പ്രതിക്കൂട്ടി നിൽക്കുന്നത് പാപികളായ മനുഷ്യരാണ്. അപ്പം ഞാനൊരു എളുപ്പത്തിന് വേണ്ടി ഞാൻ പ്രതിക്കൂട്ടി നിൽക്കാന്ന് വിചാരിക്കാൻ, ഞാൻ പാപിയായി പ്രതിക്കൂട്ടി നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ പ്രതിക്കൂട്ടി നിൽക്കുന്നു. ദൈവമായ ജഡ്ജി കയറി വരുന്നു. സ്വർഗത്തില് മാലാഖമാർ എഴുന്നേൽക്കുന്നു, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. ദൈവം ഇരുന്ന് കഴിയുമ്പോൾ മാലാഖമാർ ഇരിക്കുന്നു. ഞാൻ അങ്ങനെ പ്രതിക്കൂട്ടി നിൽക്കുകയാണ്. അപ്പോൾ അറ്റോർണി ജനറലായ സാത്താൻ എഴുന്നേറ്റ് നിന്ന് എന്നെ കുറ്റപ്പെടുത്താണ്. എപ്പോഴും കുറ്റപ്പെടുത്തുന്നവനാണ് സാത്താൻ. വെളിപാട് 12:10. അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്താ പറയുന്നത്? ഈ മാണിപ്പറമ്പിലച്ചൻ പാപം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ എന്താ അർത്ഥം? ദൈവത്തെ അനുസരിച്ചില്ല, സാത്താനെ അനുസരിച്ചു. അപ്പൊ അവന്റെ ലോകം ഏതാണ്? എന്റെ ലോകമായി നരകമല്ലേ? ദൈവത്തെ അനുസരിക്കുന്നവർക്കല്ലേ സ്വർഗം. ഇവൻ പാപം ചെയ്തപ്പോൾ സാത്താൻ എന്ന് പറഞ്ഞ എന്നെയാണ് അനുസരിച്ചത്. അപ്പൊ എന്റെ ലോകമായ നരകത്തിലേക്ക് അവനെ തള്ളണം. ഈ പിശാചും നുണയുടെ പിതാവും ഒക്കെ ആണെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിൽ കുറച്ച് സത്യമുണ്ട്. കാരണം എന്താ? മാണിപ്പറമ്പിലച്ചൻ പാപിയാണ്, പാപം ചെയ്തിട്ടുണ്ട്. അപ്പൊ ദൈവത്തെ അനുസരിക്കുന്നതിന് പകരം സാത്താന്റെ വാക്കുകൾ കേട്ടിട്ടുണ്ട്. അപ്പോ ഇക്കാര്യത്തിൽ സാത്താൻ നേരാണ് പറയണേ. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എന്റെ ആദ്യത്തെ വക്കീല് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നമുക്കൊരു പാരക്ലേത്തയുണ്ട്. ഒരു പാരക്ലേത്ത അതിന് വക്കീൽ എന്നർത്ഥം, അഭിഭാഷകൻ. ഞാൻ മറ്റൊരു പാരക്ലേത്തയെ അയക്കും, മറ്റൊരു വക്കീലിനെ അയക്കും എന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് 2 വക്കീലുമാരുണ്ട്. ആദ്യത്തെ വക്കീല് യേശുക്രിസ്തു. നമുക്ക് സ്വർഗത്തിലും മധ്യസ്ഥനുണ്ടെന്ന് നമ്മൾ തർജ്ജമ ചെയ്യുക. പാരക്ലേത്തോസ് എന്നാണ് ഗ്രീക്കില്. വക്കീൽ എന്നർത്ഥമുണ്ട്. അപ്പൊ ആദ്യത്തെ വക്കീലായ യേശുക്രിസ്തു എഴുന്നേറ്റ് നിന്ന് എന്റെ വക്കീൽ എഴുന്നേറ്റ് എന്ന് പറയാണ്, ജോസ് മാണിപ്പറമ്പിലച്ചൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, പാപം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം സത്യം തന്നെ. പാപത്തിനുള്ള ശിക്ഷ എന്താണ്? മരണശിക്ഷയാണ്, വധശിക്ഷയാണ്. പാപം ചെയ്യുന്ന ദിവസം നീ മരിക്കുമെന്നാണ്. അപ്പോൾ ജോസ് പാപം ചെയ്തിട്ടുണ്ട്, മാണിപ്പറമ്പിലച്ചൻ പാപം ചെയ്തിട്ടുണ്ട്, അതിനുള്ള ശിക്ഷ മരണശിക്ഷയാണ്. അതൊക്കെ സത്യം തന്നെ. പക്ഷേ ആ മരണശിക്ഷ അവൻ അനുഭവിച്ചു കഴിഞ്ഞു. ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. തെളിവ് വേണോ? എന്റെ ഈ തിരുമുറിവുകൾ നോക്കിയ 5 മുറിവുകള് ഞാൻ അവന് വേണ്ടി മരിച്ചു. അവന്റെ മരണശിക്ഷ ഏറ്റെടുത്ത് ഞാൻ അവന് വേണ്ടി മരിച്ചു. അതിന് തെളിവ് ആണ് ഈ തിരുമുറിവുകള്. ഈ തിരുമുറിവുകൾ കാണിച്ചുകൊണ്ടാണ് ഏക മധ്യസ്ഥൻ എന്റെ വക്കീലായിട്ട് സ്വർഗീയ കോടതിയിൽ വാദിക്കുന്നത്. ക്രൂശിക്കപ്പെട്ട മിശിഹായുടെ ലോകത്തെ രക്ഷിക്കുമ്പോൾ എന്നെയും രക്ഷിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ വക്കീലായ പരിശുദ്ധാത്മാവ് എഴുന്നേറ്റ് നിന്ന് ആദ്യത്തെ വക്കീൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിന് സ്ഥിരീകരണം കൊടുക്കും. 2 വക്കീലുമാര്, ലോകത്തെ ഏറ്റവും വലിയ 2 വക്കീലുമാരാണ് എനിക്ക് വേണ്ടി സ്വർഗീയ കോടതിയിൽ വാദിക്കുന്നത്. ആ ആദ്യത്തെ വക്കീൽ വാദിക്കുന്നത് ക്രൂശിക്കപ്പെട്ട മിശിഹ എന്ന നിലയിലാണ്, ഈ തിരുമുറിവുകൾ കാണിച്ചുകൊണ്ടാണ്. അപ്പോഴാണ് ഈ പരിശുദ്ധാത്മാവ് അതിനെ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ എന്റെ ശിക്ഷ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു, എനിക്ക് വേണ്ടി കർത്താവ്. അപ്പൊ എന്നെ വെറുതെ വിടുകയാണ്, എന്നെ ദൈവപിതാവ് വെറുതെ വിടുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താണ്? വക്കീൽ ഫീസ് ഞാൻ കൊടുക്കണം. വക്കീൽ ഫീസ് ഈ യേശുക്രിസ്തുവിനും പരിശുദ്ധാത്മാനും. എന്താണ് വക്കീൽ ഫീസ്? അത് വിശ്വാസമാണ്. വിശ്വാസം എനിക്ക് പറ്റാവുന്ന തരത്തിൽ അനുസരണത്തിലൂടെ ഞാനത് വെളിപ്പെടുത്തണം. അനുസരണത്തിലൂടെ, സ്നേഹത്തിലൂടെ ഞാനത് വെളിപ്പെടുത്തണം. അതാണ്. അപ്പോ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുക, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിക്കുക. എനിക്കറിയാവുന്ന തരത്തിലും പറ്റാവുന്ന തരത്തിലൊക്കെ ഈ വിശ്വാസം അനുസരണത്തിലൂടെയും സ്നേഹത്തിലൂടെയും വെളിപ്പെടുത്തുക. അതാണ് വക്കീൽ ഫീസ്. ബാക്കിയൊക്കെ അവർ ചെയ്തോളും. ഈ സംഗതി ഇതാണ് വാസ്തവത്തിൽ കുർബാന കഴിഞ്ഞ ആരാധന പലപ്പോഴും നടത്താറുണ്ടല്ലേ പള്ളികളിൽ. കുർബാന കഴിഞ്ഞിട്ട് ഈ കർത്താവ് നമ്മിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാ കർത്താവിന് പിന്നെ മരലിക്കലെടുത്ത് നമ്മൾ ബലിപീഠത്തിൽ വെക്കണേ? സ്വർഗത്തിന്റെ സ്വർഗീയ പിതാവിന് മുമ്പില് നാം നമ്മുടെ മധ്യസ്ഥനെ എടുത്തു വെക്കുകയാണ്. നമ്മളിലേക്ക് ദിവ്യകാലത്തിൽ നമ്മിലേക്ക് വന്ന് നമ്മളുമായിട്ട് ഒന്നായ കർത്താവ് നമുക്ക് വേണ്ടി ദൈവപിതാവിന് മുമ്പിൽ നിൽക്കുകയാണ്. പഞ്ചക്ഷതങ്ങൾ കാണിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി വാദിക്കുക. ആ സ്വർഗീയ കോടതി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കുർബാന കഴിഞ്ഞിട്ടുള്ള ആരാധനയുടെ ഒരർത്ഥം. ഒരുപാട് അർത്ഥങ്ങളുണ്ട്, ഒരർത്ഥം അതാണ്. അപ്പോ ക്രൂശിക്കപ്പെട്ട മിശിഹായിലൂടെ ലോകത്തെ രക്ഷിക്കുക. അവൻ ഒരിക്കൽ എന്നേക്കുമായി മരിച്ചു എന്നാണ്. ഒരിക്കലാണ് ചരിത്രത്തിൽ മരിച്ചത്, പക്ഷെ എന്നേക്കുമായിട്ട് നിൽക്കുകയാണ് അവന്റെ മരണം. ഇതുകൊണ്ടാണ് വെളിപാട് പുസ്തകം 5-ാമത്തെ അധ്യായത്തില് അറക്കപ്പെട്ട കുഞ്ഞാട് പക്ഷെ എഴുന്നേറ്റ് നിൽക്കുന്നു. എവിടെ? സിംഹാസനത്തിനും ഈ ലോകത്തെ പ്രതിനിധാനം ചെയ്യുന്ന 4 ജീവികൾക്കും ഇടയിൽ. ഈ ലോകത്തിലെ സകലർക്കും വേണ്ടി അറക്കപ്പെട്ടവനെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാട് ദൈവപിതാവിനെ പ്രതിനിധാനം ചെയ്ത സിംഹാസന മുമ്പിൽ നിന്ന്
നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. കുരിശിൽ മരിച്ചത് ഒരിക്കലാണ്, പക്ഷെ സ്വർഗത്തിൽ അത് എന്നേക്കുമായി നിലനിൽക്കുകയാണ്. ഇതാണ് സ്വർഗത്തിലെ അറുക്കപ്പെട്ട കുഞ്ഞാട്. ക്രൂശിക്കപ്പെട്ട മിശിഹായിലൂടെ ലോകത്തെ രക്ഷിക്കുന്നു. ഇത് രഹസ്യമായി നിൽക്കുന്നു. പക്ഷേ സുവിശേഷം സ്വീകരിക്കുന്നവർക്ക് ഈ ദൈവത്തിന്റെ ജ്ഞാനത്തിലേക്കുള്ള ആ രഹസ്യ കവാടം തുറക്കപ്പെട്ടിരിക്കുന്നു. പൂർണ്ണമായും തുറക്കപ്പെടുന്നത് മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോഴായിരിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോൾ കാണും ചെയ്യാം. നേരിട്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നേരിട്ട് കാണാം. എന്തൊരു മഹത്തായ സംഗതിയാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്. ഈ ഞായറാഴ്ച നമുക്ക് നമ്മുടെ സ്വർഗത്തെക്കുറിച്ച് ഇതെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് പൗലോസ്ലീഹായെ പോലെ പറയാൻ തോന്നുന്നില്ലേ? മരിച്ച് കർത്താവിനോടൊപ്പം ആയിരിക്കാനാണ് എന്റെ മോഹം. ശരീരത്തിൽ തുടരാനാണ് അവൻ അനുവദിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. പക്ഷെ എന്റെ മോഹം മരിച്ച് സ്വർഗത്തിൽ അവനോടൊപ്പം ആയിരിക്കാനാണ്. ആ ഒരു മോഹം, ഈ മരണം എന്നത് നമ്മെ സംബന്ധിച്ച് പേടിപ്പിക്കുന്ന കാര്യമല്ല, സ്ഥലം മാറ്റമാണ്. ആ ഒരു ചിന്തയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.